മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട അവതാരകര് മലയാളികളെ എത്രത്തോളമാണ് വഞ്ചിക്കാറുള്ളത്, എത്രത്തോളമാണ് മലയാളികളോട് പച്ചക്കള്ളം വിളിച്ചു പറയാറുള്ളത് എന്നതിന്റെ വ്യക്തമായൊരു തെളിവാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. 6 മാസം മുൻപ് SIR ബന്ധപ്പെട്ടു ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. രാജ്യത്തെന്തോ വലിയ പ്രശ്നമാണ് നടക്കുന്നത് എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരെ വലിയ രീതിയിൽ ഭയപ്പെടുത്തി BJPക്കെതിരെയായിട്ടുള്ളൊരു അന്തരീക്ഷം കേരളത്തിൽ നിരന്തരം സൃഷ്ടിക്കാറുള്ളത് കേരളത്തിലെ സകല പ്രമുഖ മാധ്യമ പ്രവർത്തകരുമാണ്. അതിന്റെ ഒരു ഉദാഹരണം മാത്രം, ഒരു ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമൊന്നുമല്ല, ഇതിനോട് ഓരോ ആളുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ തന്നെയാണ് BJPക്കെതിരെ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. BJPക്കെതിരെ എന്നതിലപ്പുറമായിട്ട് രാജ്യത്തെന്തോ പ്രശ്നമാണ് എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ തന്നെ വിവേകമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതല്ലേ. രാജ്യത്തെന്തോ പ്രശ്നം എന്ന രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് ഈ SIR എന്ന് പറയുന്നത്. നോക്കൂ, ബംഗാൾ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ പറയുന്ന ഈ പ്രക്രിയയിൽ BJP ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. എന്തുകൊണ്ടാണ് ബംഗാളിനെ ലക്ഷ്യം വെക്കുന്നത്? നമുക്കറിയുന്നത് പോലെ ബംഗാളിൽ വലിയ കുടിയേറ്റം നടക്കുന്നുണ്ട്. അത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ്. ആ കുടിയേറ്റക്കാരെ മമതാ ബാനർജി അവിടെ സംരക്ഷിക്കുന്നു, അവരെ ഒരു വോട്ട് ബാങ്കായി നിലനിർത്തുന്നു. അങ്ങനെയാണ് മമതാ ബാനർജി തന്റെ അധികാരം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ BJPക്ക് വിജയിക്കാൻ കഴിയാത്തത് എന്ന് BJPക്ക് ഒരു തീരുമാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിക്കൊണ്ട് ആ വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കുക എന്നൊരു പൊളിറ്റിക്കൽ പ്രോജക്ട് നിശ്ചയമായും BJPക്ക് ഉണ്ട്. നോക്കൂ, BJP ഭാവന ചെയ്തിരിക്കുന്നത് തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. കോൺഗ്രസിനെ അവർ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തങ്ങളോട് അലൈൻ ചെയ്യാത്ത, തങ്ങളുടെ ചേരിയിൽ നിൽക്കാത്ത മറ്റെല്ലാ പാർട്ടികളെയും ഇല്ലാതാക്കാനാണ് BJPയുടെ തീരുമാനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ട് അവർ. ഉടൻ തന്നെ അവർ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നല്ലൊരു ശതമാനം മുസ്ലിം വിഭാഗമുണ്ട്, അവരെ നിശ്ചയമായും വെട്ടിമാറ്റും. അങ്ങനെ സമാജ്വാദി പാർട്ടിയുടെ ശക്തിയായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കിക്കൊണ്ട് BJPക്ക് എക്കാലവും ഭരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉത്തർപ്രദേശിൽ നടപ്പാക്കുക എന്നുള്ളതും ഈ SIR ലക്ഷ്യമാണ്. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോജക്ട് BJPക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് നിങ്ങൾ കേട്ടില്ലേ, SIR എന്ന് പറയുന്നത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇത് BJPക്കെതിരെയാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ രാജ്യത്തിനെതിരെ തന്നെയാണോ ഈ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ വിളിച്ചു പറയുന്നത്? രാജ്യത്തെ പരമോന്നത, അതായത് ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സംവിധാനമാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതൊരു പാർട്ടിയുടേതല്ല, ഭരണപക്ഷത്തിൻ്റെതല്ല, പ്രതിപക്ഷത്തിൻ്റെതല്ല, രാജ്യത്തെ ഒരു പാർട്ടിയുടേതുമല്ല. രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ വേണമെങ്കിലും നടപടിയെടുത്ത് മുന്നോട്ട് പോവാൻ സാധിക്കുന്ന രാജ്യത്തെ പരമോന്നത സംവിധാനം, പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഭരണഘടനാ സംവിധാനം. ആ ഇലക്ഷൻ കമ്മീഷൻ, അതിൽ അവർ നടപ്പിലാക്കുന്ന SIR ഒക്കെ BJPയുടെ തയ്യാറെടുപ്പാണ് എന്നൊക്കെ. ഇത് SIR ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ ഉണ്ണി ബാലകൃഷ്ണൻ 6 മാസം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ, ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്യു കുഴൽനാടൻ ഒരു നാഷണൽ മീഡിയയോട് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടോക്കൂ. ഒരു കേരളത്തിലെ പ്രമുഖ മാധ്യമത്തോടും കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളോടും ഇതുപോലെ മാത്യു കുഴൽനാടൻ തുറന്നു പറയൂല. നാഷണൽ മീഡിയാസിനോട് പറഞ്ഞതിന്റെ ഒരു ഭാഗം നിങ്ങൾ നോട്ടു. Of course, I'm in SIR process. I'm in also removed lot many fake voters, which I'm in some constituents at least, managed by CPM. So that also helped us. That's what. നിങ്ങൾ കേട്ടില്ലേ, ഞാൻ അതിന്റെ മലയാളം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. SIR നടപടിക്രമം ധാരാളം വ്യാജ വോട്ടർമാരെ നീക്കം ചെയ്തു. CPMന് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിലായിരുന്നു ഇത്. കോൺഗ്രസിന്റെ വിജയത്തിന് ഇതും സഹായിച്ചു. അതായത് കള്ളവോട്ടുകൾ വ്യക്തമായിട്ട് SIRലൂടെ തുടച്ചു നീക്കി 9 ലക്ഷം, 1, 2 അല്ല, 9 ലക്ഷത്തോളം കള്ളവോട്ടുകൾ, ഇരട്ട വോട്ടുകൾ, ഇത്തരത്തിൽ 9 ലക്ഷത്തോളം വോട്ടുകളാണ് നീക്കം ചെയ്തത് SIR കേരളത്തിൽ നടപ്പിലാക്കിയിട്ട്. ഇത് മാത്യു കുഴൽനാടൻ കൃത്യമായിട്ട് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെതാണ്, അവരുടെ കോട്ടകളിലാണ് വോട്ട് ഇല്ലാതെയായിട്ടുള്ളത് പ്രധാനമായിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ 9 ലക്ഷം എന്ന് പറയുന്നത് ഒരു 5000 വോട്ട് ഓരോ മണ്ഡലത്തിലും കള്ളവോട്ടില്ലാതെയായാൽ ഈ പറയുന്നത് എത്രത്തോളം മാറ്റമുണ്ടാവും റിസൾട്ടിന് തന്നെ. ഇത് മലയാളികൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് രംഗത്തെത്തിയിട്ട് പറയാണ് SIR നടപ്പിലാക്കിയത് കൊണ്ട്
കോൺഗ്രസിന് വലിയ രീതിയിൽ വിജയിക്കാൻ സാധിച്ചു. കള്ളവോട്ടുള്ളവരുടേത് തുടച്ചു നീക്കാതെ CPM-ന്റേത് LDF-ന്റേത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തേ മാത്യു കുഴൽനാടന് BJPക്ക് എതിരെ പറയാൻ സാധിക്കാഞ്ഞിട്ടല്ല, യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. അപ്പൊ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ 6 മാസം മുമ്പ് എന്തൊക്കെയാണ് ഇത് BJPയുടെ പ്ലാനാണ്. ഉണ്ണിയൊക്കെ പറയുന്നുണ്ട് മുസ്ലിങ്ങളെ വോട്ട് മൊത്തം, എന്നിട്ട് ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് വോട്ടില്ലേ. ഏജാതി നിറകേടാണ് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ വിളിച്ചു വരുന്നത്. ഈ ഉണ്ണിയൊക്കെ ഒരു കാര്യം തിരിച്ചറിയണോ, നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാ, അതിനേക്കാളധികം 4 കോടിയിലധികം മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിൽ മാത്രമുണ്ട്. ഈ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്കും അതേപോലെ തന്നെ വോട്ടുണ്ട്. എന്നിട്ട് പറയാണ് SIR നടപ്പിലാക്കിയ മുസ്ലിങ്ങളെ വോട്ട് വെക്കുക, അത് BJPയുടെ ലക്ഷ്യം. ഈ 6 മാസം മുമ്പ് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാ. ഈ ശൈലി കേരളത്തിൽ ഉഠാനീളം. ബംഗാളില് തീർച്ചയായിട്ടും മമതാ ബാനർജി ബംഗ്ലാദേശികളെയൊക്കെ സ്വീകരിച്ച് അവിടെ വോട്ട് കൊടുക്കുന്നുണ്ടെന്നും അവിടെ വർഗീയമായിട്ട് വലിയ രീതിയിൽ ഭിന്നിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ആരാ വിളിച്ചു പറഞ്ഞ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത്? ഈ രാഹുൽ ഗാന്ധി അല്ലേ? രാഹുൽ ഗാന്ധി പച്ചക്ക് വിളിച്ചു പറഞ്ഞതല്ലേ? എന്നിട്ട് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, BJP കോൺഗ്രസ് മുക്ത ഭാരതത്തിന് കോൺഗ്രസിനെ ഇല്ലാതാക്കിയാണെന്ന്. എന്റെ ലളിതമായ ചോദ്യം, ഇവിടെ മുസ്ലിം ലീഗ് CPM-നെ വളർത്താനാണോ? CPM മുസ്ലിം ലീഗിനെ വളർത്താനാണോ? കോൺഗ്രസ് CPM-നെ വളർത്താനാണോ? CPM കോൺഗ്രസിനെ വളർത്താനാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാകുമ്പോ എതിരാളിയെ തറപറ്റിക്കുക എന്നുള്ളത് ഓരോ വിഭാഗം ഓരോ ഭാഗത്തിന്റെയും ആളുകളുടെ താല്പര്യം തന്നെയല്ലേ? വിജയ് DMK-യും AIDMK-യും 8 നിലയിൽ പൊട്ടിച്ച് ഈ തമിഴ്നാട്ടിലെങ്ങാനും BJPക്ക് ആളുകൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഉണ്ണിയൊക്കെ ഉറഞ്ഞു തുള്ളി പറയില്ലായിരുന്നോ? ഓ BJPയുടെ ജയം, വിജയ്ക്ക് പകരം അവിടെ BJP ജയിച്ചാൽ പറയോ കള്ളവോട്ടോ. ഇപ്പൊ അടങ്ങി നിൽക്കുക, അതെങ്ങനെ ജയിച്ചത് ഇപ്പയും ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു ചിത്രം പോലും. ജനം അങ്ങനെയാണ്, ആരോടാണോ താല്പര്യം അവർ കൂട്ടമായിട്ട് വോട്ട് ചെയ്യൂ. അപ്പോഴേക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തൊക്കെ ഈ പറയുന്ന വിജയ് ഈ DMK-യും AIDMK-യൊക്കെ അങ്ങ് ഇല്ലാതെയാക്കി എന്നൊന്നും വാർത്ത പറയുന്നൊന്നുമില്ലല്ലോ. ഒരു ഉണ്ണിയോ കോൺഗ്രസ് പൊട്ടുന്നത് അവരുടെ കോൺഗ്രസ് എങ്ങനെയാ കോൺഗ്രസ് മുക്ത ഭാരതാവുക? കോൺഗ്രസ് ഇല്ലാത്തൊരു രാജ്യമാവുക BJPക്കാർ തീരുമാനിച്ചിട്ടല്ല, അത് കോൺഗ്രസ് സ്വയമേ തീരുമാനിച്ചത് കൊണ്ട് സംഭവിക്കുന്ന. ഓരോ പാർട്ടിയും അതില്ലാതാവുന്നത് ആ പാർട്ടിയെ കൊണ്ടുള്ള അവരുടെ ഉള്ളിൽ തമ്മിത്തല്ലുണ്ടാ. ഇവിടെ തന്നെ എത്ര ഭൂരിപക്ഷത്തില് ജനം UDF-നെ തിരഞ്ഞെടുത്ത് തല്ലല്ലേ, തെരുവില് തല്ലുകൂടിയല്ലേ, തെരുവ് ഗുണ്ടകളെ പോലെ അടി കൂടിയല്ലേ. തിരുവനന്തപുരത്ത് എന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ എന്താണ് അറപ്പ് തോന്നൂലേ? ഈ പറയുന്ന ചെന്നിത്തലന്റെ ഒരു വാക്കും KC വേണുഗോപാൽ VD സതീശൻ ഇവരിങ്ങനെ വിവേകമുള്ള വോട്ടു ചെയ്തൊരു മലയാളിക്ക് അറപ്പ് തോന്നൂലേ? ഇത്രത്തോളം ഒരു ജയം ഉണ്ടാക്കി തന്നിട്ട് എന്ത് ഈ ജനം ഈ വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും? ബുദ്ധിയുള്ള ആളുകൾ കോൺഗ്രസിൽ. അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് എത്തിക്കുന്നത് കോൺഗ്രസ് തന്നെയാ. പിന്നെ ഓരോ പാർട്ടികളും എതിരാളികളെ തറപറ്റിക്കാൻ തന്നെയാ. പക്ഷെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ പറയോ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ്, BJP ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്വന്തം നിലവാരം എങ്ങനെ പോകുന്നു അതിനനുസരിച്ചാ ഇവിടെ ഒരു പാർട്ടി വളരെ നടക്കുക. SIR-നെതിരെ എന്തൊക്കെയാണ് ഇപ്പോ ഈ കേരളത്തില് 9 ലക്ഷത്തോളം ആളുകൾ വോട്ട് പോയി, ഒരാൾക്കൊന്നും ഉണ്ടാവില്ല, അത് കള്ളവോട്ടാണെന്ന്. ഇവിടെ ബൂത്തിൽ കോൺഗ്രസ് ഇല്ലേ, CPM ഇല്ലേ, BJP ഇല്ലേ, CPI ഇല്ലേ, ഇതേപോലെ തന്നെയാണ് ഈ രാജ്യത്തെ എല്ലാ സ്ഥലത്തും എല്ലാ ബൂത്തിലും ആളുകളുണ്ട്. അപ്പോ കള്ള വോട്ട് ഒഴിവാക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷനെതിരെ, എന്നിട്ട് പേരിന് BJP എന്ന് പറയൂ. ഇലക്ഷൻ കമ്മീഷനെതിരെ പറയാ എന്ന് പറയുന്നത് രാജ്യത്തിനെതിരെ പറയുന്നതിന് തുല്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹത്തായ ഒരു ജനാധിപത്യ രാജ്യ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ആ രാജ്യത്തെ മഹത്തായ ജനാധിപത്യത്തെ തന്നെയല്ലേ ഇത്തരം മാധ്യമ പ്രവർത്തകര് നിരന്തരം വെല്ലുവിളിക്കുന്നത്. ഇപ്പൊ മാത്യു കുഴൽനാടൻ തന്നെ SIR ഗുണം ചെയ്തു എന്ന് പറയുമ്പോ ഇനി നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്തു ഉണ്ടയാണ് പറയാ? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, SIR ഒക്കെ ഈ ഉണ്ണി മുതൽ സകലരും പറയുന്നത് പച്ചക്കള്ളമാണ്. നിരന്തരം നമ്മൾ വീഡിയോ ചെയ്തു SIR എന്താണ് എന്നുള്ളത്. ഈ സമയത്തെങ്കിലും കൃത്യമായിട്ട് സകല മലയാളികളും തിരിച്ചറിയാം. ഈ കോൺഗ്രസ് നേതാവ് പോലും പച്ചക്ക് രംഗത്തെത്തി പറയുന്നു SIR ഗുണം ചെയ്ത്. SIR ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയാണ്, ഈ ജനാധിപത്യത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാനാണ് എന്നുള്ളതൊക്കെ സകല ആളുകളും തിരിച്ചറിയുക.